ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 5-ാം വാരം വ്യാഴം. നാം വായിച്ചു കേൾക്കുന്നത് മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഗലീലിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഫിനീഷ്യൻ പട്ടണങ്ങളാണ് ടൈർ, സീദോൻ എന്നു പറയുന്നത്. ഈ പുറം ജാതിക്കാരുടെ നാട്ടിലേക്ക് പോകുന്ന യേശുനാഥനെയാണ് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. തൻ്റെ കൊച്ചുമകളെ ബാധിച്ചിരിക്കുന്ന പിശാചിനെ ബഹിഷ്കരിക്കാൻ യേശുനാഥൻ്റെ പാദത്തെങ്കിൽ വീണപേക്ഷിക്കുന്ന ഒരു സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഗ്രീക്കു സ്ത്രീയെയും നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കും. ഗ്രീക്കുകാരി എന്ന പദം പുറം ജാതിക്കാർക്ക് ഉപയോഗിച്ചിരുന്ന വാക്കാണ്. അവൾ അന്യമതത്തിൽപ്പെട്ടവളാണ്. സീറോ ഫിനീഷ്യൻ എന്ന് പറഞ്ഞാൽ വംശീയ വ്യത്യാസമാണ്. മാത്രമല്ല, സിറിയയിലെ ഭാഷ സുറിയാനിയാണ് അവൾ സംസാരിക്കുന്നത്. ഭാഷാപരമായും അവൾ അന്യയാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവം തിരസ്കരിച്ച ഒരു പ്രാർത്ഥനയും തിരസ്കരിക്കപ്പെട്ട വ്യക്തിയുടെ പ്രതികരണവുമാണ് ഈ സുവിശേഷത്തിലൂടെ പ്രതിപാദിക്കുന്നത്. യഹൂദരുടെ വിശ്വാസമനുസരിച്ച് വിജാതീയ ദേശത്തേക്ക് പ്രവേശിക്കുന്ന ഒരുവന് അതിനാൽ തന്നെ അശുദ്ധനായിത്തീരുന്നു. ബോധപൂർവം വിജാതിയുടെ പ്രദേശത്തേക്ക് പ്രവേശിച്ച് യഹൂദ ചിന്താഗതിയെ യേശു പുറന്തള്ളുകയും വിശുദ്ധവും അവിശുദ്ധവുമായ പ്രദേശങ്ങളെന്ന വേർതിരിവ് ഇല്ലാതാക്കുകയും ചെയ്യുന്നതായി ഇവിടെ കാണുവാനായി സാധിക്കും. തൻ്റെ മകളെ ബാധിച്ചിരിക്കുന്ന പൈശാചിക പീഡ നീക്കുന്നതിനാണ് യഹൂദ മതസ്ഥയല്ലാത്ത ആ സ്ത്രീ ഈശോയെ സമീപിക്കുന്നത്. മകളുടെ അസുഖം ഈ സ്ത്രീയെ എത്രമാത്രം അലട്ടുന്നു എന്നത് അവൾ യേശുവിനെ സമീപിച്ച് അവൻ്റെ കാൽക്കൽ വീണു എന്നതിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ യേശുവാകട്ടെ പ്രഥമദൃഷ്ടിയിൽ വളരെ പരുഷമായ മറുപടിയാണ് ആ സ്ത്രീക്ക് നൽകുന്നത്. യഹൂദ ഗ്രന്ഥങ്ങളിൽ വിജാതിയരെ നായ്ക്കൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതായി കാണാം. അവജ്ഞ കാട്ടാനും അപമാനിക്കാനുമായിട്ടാണ് ഈ പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചു കാണുന്നത്. നായ്ക്കൾ അതിനു മുൻപിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണവും കഴിക്കും. ശുദ്ധമാണോ മലിനമാണോ എന്നൊന്നും നായ്ക്കൾ വിവേചിക്കാറില്ല. അതുകൊണ്ടാണ് ശുദ്ധവും അശുദ്ധവുമെന്ന വിവേചന കൂടാതെ സർവ്വതും ഭക്ഷിച്ചിരുന്ന വിജാതിയരെ യഹൂദർ നായ്ക്കൾ എന്ന് വിളിച്ചിരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ കാലിൽ കെട്ടിപ്പിടിച്ച ഗ്രീക്കുകാരിയായ ആ സ്ത്രീ ഈശോ തൻ്റെ ആവശ്യം നിരാകരിച്ചു എന്ന് കണ്ടപ്പോൾ തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് എണീറ്റു പോവുകയല്ല ചെയ്തത്. മറിച്ച് ഈശോയുടെ കാലിൽ ഒന്നുകൂടി മുറുകെ പിടിച്ച് അവിടത്തോട് സംവദിക്കാനാണ് അവൾ തുനിഞ്ഞത്. ഇതുവഴി താൻ അറിയാതെ തന്നെ അവൾ യേശുവിലുള്ള വിശ്വാസം ആവർത്തിച്ചു പറയുകയാണ് ചെയ്തത്. ആ വിശ്വാസം അവൾക്ക് നീതിയായി ഗണിക്കപ്പെടുകയും ചെയ്തു. യേശുവിൻ്റെ മറുപടിയിലെ ദുസൂചന അവളെ പിന്തിരിപ്പിച്ചില്ല. യേശുവിനോട് തർക്കിക്കുകയോ കോപിക്കുകയോ ചെയ്യുന്നതിനു പകരം യേശുവിൻ്റെ നിലപാടിനോട് അവൾ യോജിക്കുകയാണ് ചെയ്യുന്നത്. മക്കൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മേശക്കടിയിൽ വീഴുന്നത് നായ്ക്കുട്ടികളും ഭക്ഷിക്കാറുണ്ടല്ലോ. അതുവഴി മക്കൾക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നുമില്ല. അതുപോലെ യേശു യഹൂദ മക്കൾക്ക് തൻ്റെ പരസ്യജീവിത ശുശ്രൂഷയിലൂടെ അനുഗ്രഹങ്ങൾ വിളമ്പുമ്പോൾ അതോടൊപ്പം ചില അനുഗ്രഹങ്ങൾ വിജാതീയർക്കും നൽകുന്നതിൽ യാതൊരു അപാകതയുമില്ലെന്നാണ് ആ സ്ത്രീ യേശുവിനോട് പറഞ്ഞത്. മക്കൾക്കുള്ള അപ്പത്തിന് വേണ്ടിയല്ല, നായ്ക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് അവൾ അപേക്ഷിക്കുന്നത്. തന്നെ ഒട്ടേറെ അലട്ടുകയും വേദനിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരാവശ്യവുമായി ദൈവത്തെ സമീപിക്കുകയും എന്നാൽ ദൈവമാകട്ടെ തൻ്റെ പ്രാർത്ഥന കേട്ട ഭാവം പോലും നടിക്കുന്നില്ല എന്ന തോന്നലുണ്ടാകുന്ന അവസ്ഥയിലൂടെ ഒട്ടേറെ പേർ കടന്നു പോകുന്നുണ്ട്. തരില്ല എന്ന് ദൈവം പറഞ്ഞു എന്ന് പല അവസരങ്ങളിലും നമുക്ക് തോന്നാറുണ്ട്. ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്താണ്? കിട്ടാത്തതിൽ പരിഭവം പറഞ്ഞ് ദൈവത്തെ പഴിക്കുന്നവരാണോ നാം? അതോ തരില്ല എന്നല്ല, മറിച്ച് ഇപ്പോൾ തരില്ല എന്നാണ് ദൈവം പറയുന്നതെന്ന് വിശ്വസിക്കാൻ നമ്മൾക്കാവുന്നുണ്ടോ? 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷവും ദാവീദ്
ബത്ശേബയിൽ ഉണ്ടായ കുഞ്ഞ് മരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ അതേ ബത്ശേബയിലൂടെ സോളമനെ നൽകി ദൈവം ദാവീദിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടുന്നില്ലെന്നും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷകൾക്കതീതമായ രീതിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും എന്ന ബോധ്യം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.